മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ആരാധകർ. അടുത്ത ആഴ്ച കൊച്ചിയിൽ കളങ്കാവൽ റിലീസ് പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചികിത്സയുടെ ഭാഗമായാണ് മമ്മൂട്ടി കുടുംബത്തോടൊപ്പം ചെന്നൈയിലേക്ക് പോയത്. ഒടുവിൽ വരാറായി കളങ്കാവൽ. മമ്മൂട്ടി ചിത്രം റിലീസിനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മമ്മൂട്ടിയുടെ ഒരു വേറിട്ട വേഷപ്പകർച്ച ചിത്രത്തിൽ കാണാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് സിനിമാ ആസ്വാദകർക്കും. നിഗൂഢമായ ഒരു ചിരിയോടുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന പോസ്റ്ററുകളിൽ നിറയുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകരും. അതായത് മമ്മൂട്ടി കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് ചെന്നൈയിലാണ് താമസം. അതിനുശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് താരം കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇല്ലെങ്കിലും മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്നും അടുത്ത ആഴ്ച കൊച്ചിയിലെത്തുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. നിലവിൽ മമ്മൂട്ടിയും കുടുംബവും ചെന്നൈയിലാണ്. ചികിത്സയുടെ ഭാഗമായാണ് താരം ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു ചികിത്സ. ദുൽഖർ സൽമാനും മമ്മൂട്ടിക്കൊപ്പം ചെന്നൈയിൽ തന്നെയുണ്ടായിരുന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദുൽഖർ കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയത്. ശാരീരികമായ വ്യായാമത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ റെസ്റ്റിലാണ് മമ്മൂക്ക. അതിനിടയിലാണ് മമ്മൂട്ടി ചിത്രം റിലീസിനൊരുങ്ങുന്നുവെന്ന സന്തോഷ വാർത്ത പുറത്തുവരുന്നത്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിലെത്താനുള്ള ചിത്രം. മമ്മൂട്ടി കൊച്ചിയിൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ കളങ്കാവൽ സിനിമ കാണും. അതിനുശേഷമായിരിക്കും റിലീസ് പ്രഖ്യാപനമുണ്ടാവുക. ഓഗസ്റ്റ് അവസാനത്തോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യമോ ആയിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓണം കളറാക്കാൻ ഇത്തവണ മമ്മൂക്കയും ഉണ്ടാകും. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. എന്തായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആരാധകരുടെയും ചർച്ച. തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ പറയുന്ന പേരാണ് കളങ്കാവൽ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന് എന്തെങ്കിലും സാമ്യതയുണ്ടോ എന്നതിലും വ്യക്തതയില്ല. ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന. ചിത്രത്തിൽ വിനായകനും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്ന തരത്തിൽ തന്നെ ഏറെ പ്രാധാന്യം നേടിയ ഒന്നാണ് കളങ്കാവൽ. അതേസമയം മമ്മൂട്ടിയുടേതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഇതിൽ മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ വലിയ താരനിര തന്നെയുണ്ട്. മമ്മൂട്ടിയാണ് പ്രധാന നായകനെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ആ സിനിമയിൽ ഇനി മമ്മൂട്ടിയുടെ രംഗങ്ങൾ കൂടിയാണ് ചിത്രീകരിക്കാനുള്ളത്. ആ ചിത്രം പൂർത്തിയാക്കിയതിനു ശേഷം ഫാമിലി സംവിധായകൻ നിതീഷ് സഹദേവ് ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട്. ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ഈ ചിത്രം കോമഡി ആക്ഷൻ ജേണറിലാണുള്ളത്. ഇതിനുശേഷം അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മമ്മൂട്ടി നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും താരരാജാവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.